ജ്യോതി ചൊല്ലാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ഈശ്വരൻ ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. പ്രാർത്ഥന ചൊല്ലിക്കോ. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി ആണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി ആണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി ണമേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാഠപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നും എനിക്ക് കരുത്തേണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നും എനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി ഇടുന്നു. എല്ലാവരുടെയും നോക്കില്ലോ? ഇല്ലേ? നോക്കുന്നുണ്ടല്ലോ. നോക്കിയപ്പോഴാണ് ഒരുപാട് പേര് ഷുഗർ പേഷ്യൻ്റ് ആണ്, അറിഞ്ഞിട്ടില്ല, അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കണതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? നോക്കണം. വീട്ടിലിരിക്കണ ഗ്ലൂക്കോമീറ്റർ തെറ്റ്, അത് വെച്ചിട്ടാണ് ചെയ്യണത്. നേരത്തെ നോർമൽ ആയതായിരുന്നു, അപ്പൊ നേരെ അരിയിലേക്ക് മാറി. അരിയിലേക്ക് മാറിയാൽ വിവരം അറിയും. മനസ്സിലായല്ലോ? മനസ്സിലായി. അതെടുക്കുക. നമ്മള് ഹോംവർക്ക് എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ? അതായത് ധ്യാനം ചെയ്യുന്നില്ലേ? എക്സർസൈസ് ചെയ്യുന്നില്ലേ? ശംഖുലി ചെയ്യുന്നില്ലേ? ധ്യാനം ഏതാ ചെയ്യണേ? സന്നിധാനം. ഒന്ന് സന്നിധാനം മേലോട്ടാക്കാൻ പോവുക.
ഇപ്പൊ എങ്ങനെയാ സന്നിധാനം ചെയ്തോണ്ടിരിക്കണേ? കണ്ണടച്ച് നെറ്റിയില് ശ്രദ്ധിക്കും. ഇതല്ലേ ചെയ്തോണ്ടിരിക്കണേ? ഇത് ഏതാണ് ഈ കേന്ദ്രം? ആജ്ഞാകേന്ദ്രം, നമ്മളുടെ ഗ്രാവിറ്റേഷണൽ സെന്റർ അല്ലേ? അപ്പൊ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവാത്മാവ് എന്ന് വിളിക്കാം. ജീവാത്മാവ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഗ്രാവിറ്റേഷണൽ സെന്റർ ആണത്. അതായത് ഈ ശരീരം ഒരുമിച്ച് നിർത്തുന്നതിന്റെ സെന്റർ. ഫോഴ്സ്, ഒരു ഫോഴ്സ് ഇങ്ങനെ പിടിച്ചിരുത്തണ്ടേ, പിടിച്ചിരുത്തുന്നതിന്റെ സെന്റർ ആണ് അത്. ഓക്കെ, വരൂ. ഒരു ഗ്രാവിറ്റേഷണൽ സെന്റർ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ഗ്രാവിറ്റേഷണൽ സെന്റർ ആണ് ഈ പൊട്ട് തൊടുന്ന ഇടം. പിടികിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മൊത്തം ഒരു ഗ്രാവിറ്റേഷണൽ സെന്റർ ഉണ്ടാവണ്ടേ? ഉണ്ട്. ഇപ്പൊ സൗരയൂഥത്തിന് ഒരു ഗ്രാവിറ്റേഷണൽ സെന്റർ ഉണ്ട്, അത് സൂര്യനാണ്. ഗാലക്സിക്ക് ഒരു ഗ്രാവിറ്റേഷണൽ സെന്റർ ഉണ്ട്, അത് സൂര്യന്മാരുടെ സൂര്യനാണ്. ഈ പ്രപഞ്ചത്തിന് മൊത്തം ഒരു സെന്റർ ഉണ്ട്, ഒരു ഗ്രാവിറ്റേഷണൽ സെന്റർ ഉണ്ട്. അതായത് പ്രപഞ്ച കേന്ദ്രം, ഈ മൊത്തം പ്രപഞ്ചത്തിന് ഒരു കേന്ദ്രമുണ്ട്. അതിനു ചുറ്റുമാണ് സകല സൂര്യന്മാരും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഗാലക്സികളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതോ ഒരു കേന്ദ്രം, നമുക്കറിയില്ല അതെവിടെയാണെന്ന്. ഏതോ ഒരു കേന്ദ്രം എവിടെയോ ഉണ്ട്. അത് ഒരു ഗ്രാവിറ്റേഷണൽ സെന്ററാണ് അല്ലേ? അതിനെ നമുക്ക് സന്നിധാനം ഇതാണെങ്കിൽ ആ സന്നിധാനത്തിന് എന്ത് പേരിടാം? തിരുസന്നിധാനം എന്ന് പേരിടാം. അപ്പൊ നമുക്കൊരു സന്നിധാനമുണ്ട്, എല്ലാവർക്കും ഒരു സന്നിധാനമുണ്ട്, ഒപ്പം ഒരു തിരുസന്നിധാനമുണ്ട്. സന്നിധാനത്തിൽ നമ്മളുടെ മനസ്സിൽ ചിന്തകളാണില്ലേ? ചിന്തകളുടെ ഒഴുക്ക് പ്രപഞ്ച കേന്ദ്രത്തിലേക്കാണ്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ ചിന്തകൾ മുഴുവൻ ഒഴുകേണ്ടത്. ഒഴുകുന്നത് അങ്ങോട്ടാണ്. ഒരു പുഴ ഒഴുകുന്നത് എവിടെ ചെന്ന് ചേരാനാണ്? പുഴ ഒഴുകാനായി ജനിച്ചതാണ്. ആ ഒഴുക്ക് ഒടുവിൽ ചെന്നെത്തുന്നത് കടലിൽ ചേരാനാണ്. അതേമാതിരി തന്നെ നമ്മളുടെ ചിന്തകളുടെ ഒഴുക്ക് ചെന്ന് ചേരേണ്ടത് പ്രപഞ്ച കേന്ദ്രത്തിലാണ്. അതായത് തിരുസന്നിധാനത്തിലാണ് ഒഴുകിയെത്തേണ്ടത്. പിടികിട്ടിയോ? കാര്യം പിടികിട്ടിയോ? അതായത് നമുക്കൊരു സന്നിധാനമുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു സന്നിധാനമുണ്ട്, ഒരു തിരുസന്നിധാനമുണ്ട്. നമ്മുടെ സന്നിധാനത്തിൽ നിന്നും ചിന്തകൾ എങ്ങോട്ട് ഒഴുകണം? തിരുസന്നിധാനത്തിലേക്ക് ഒഴുകണം. അപ്പൊ അടുത്ത ദിവസം മുതൽ സന്നിധാന ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എങ്ങോട്ട് പോകണം? തിരുസന്നിധാനത്തിലേക്ക് പോകുന്നത് കൂടി സങ്കല്പിച്ചോളുക. എവിടെയാണെന്ന് നമുക്കറിയില്ല, അവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അപ്പൊ നമ്മൾ ഒരു പരമാത്മാവ് എന്ന് പറയുന്ന ഇടത്തിൽ ചെന്ന് ചേരണം. സകല ചിന്തകൾ അങ്ങോട്ടാണ് ഒഴുകുന്നത്, അങ്ങോട്ടാണ് ഒഴുകേണ്ടത്. വഴിമാറി ഒഴുകിയാൽ, പുഴ വഴിമാറി ഒഴുകിയാൽ കടലിലെത്തുമോ? കടലിലെത്തില്ല. അപ്പൊ നമ്മൾക്ക് ആ കടലിലെത്തണമെന്നുണ്ടെങ്കിൽ പതുക്കെ ചിന്തിച്ചു തുടങ്ങിക്കൊള്ളുക. ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് കേട്ടോ, രണ്ടാമത്തെ സ്റ്റേജാണ്. ധ്യാനത്തിൽ നമ്മൾ പ്രപഞ്ച കേന്ദ്രത്തിലേക്ക് തന്നെ ചിന്തിക്കുക, വെറുതെ ചിന്തിക്കുക. എവിടെയാണെന്ന് അറിയില്ല, നമുക്കറിയില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അതിൻ്റെ റൂട്ട് പഠിപ്പിച്ചു തരും. റൂട്ട് ആദ്യം നമ്മൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകും, പിന്നെ ഗാലക്സിയുടെ കേന്ദ്രത്തിലേക്ക് പോകും, പിന്നെ പ്രപഞ്ച കേന്ദ്രത്തിലേക്ക് പോകും. അങ്ങനെ പതുക്കെ റൂട്ട് എടുത്ത് പൊയ്ക്കോളുക കേട്ടോ. ഇപ്പം തന്നെ ചെയ്യാതെ ആദ്യം
സൗരയൂഥത്തിൻ്റെ കേന്ദ്രം പോകാം, സൗരയൂഥത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പോകാം, അവിടുന്ന് ഗാലക്സിയുടെ കേന്ദ്രത്തിലേക്ക് പോകാം, അവിടുന്ന് പ്രപഞ്ച കേന്ദ്രത്തിലേക്ക് പോകാം. അപ്പൊ ഭൂമിയുടെ ഒരു കേന്ദ്രം വേണ്ടേ? എല്ലാവരും വളരെ സീരിയസ് ആയാലേ പറ്റൂ. കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഭയങ്കരമായ തകർച്ചയിലാണ്. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജസ്, ബുധനാഴ്ചകളിൽ എൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ സ്റ്റഡി ചെയ്യുമ്പോൾ വളരെ 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 അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരിക ആരോഗ്യം തകർച്ചയിലാണ്. മിനിഞ്ഞാന്ന് മലപ്പുറത്തുനിന്ന് ഒരു പെണ്ണ്, 40 വയസ്സുണ്ട്, 19ഉം 18ഉം വയസ്സുള്ള 2 പെൺമക്കളുള്ള പെണ്ണാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന ആളാണ്. വീട്ടിൽ വന്നിരിക്കണം. ഞാൻ വരുമ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഒരു 6 മണിയായപ്പോൾ വീട്ടിൽ വന്നിരിക്കുക. എന്താ പ്രശ്നം? എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു വണ്ടിക്കകത്ത് കയറി എവിടെയെങ്കിലും പോകും, തിരിച്ചു വരും. ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്. ആരെയും കണ്ടുകൂടാ. ഭർത്താവുമായിട്ട് ഡൈവോഴ്സായി. ഒരു മനുഷ്യനെ കണ്ടുകൂടാ. എല്ലാവരോടും വൈരാഗ്യം, എതിർപ്പ്. എനിക്ക് എന്താണ് പറ്റണമെന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റെ ഇതെവിടെയോ കണ്ടു. സാറിൻ്റെയൊക്കെ വന്ന് എന്താണ് എനിക്ക് പറ്റണത് എന്നറിയണം. ഭയങ്കര പ്രശ്നം. എന്നിട്ട് ഒരു കാര്യം പറയണത് എന്നാണെന്നറിയാമോ? എൻ്റെ സൗന്ദര്യം പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വയസ്സാകാൻ സമ്മതിക്കില്ല. എൻ്റെ മുഖത്തിൻ്റെ ഇത് മാറുന്നത് കാണാൻ എനിക്ക് കലിയാണ്. എവിടെ നിൽക്കണ ഒരു വിധത്തിലാണ് ഞാൻ അതിനെ പറഞ്ഞ് ഒതുക്കി. നാളെ ദുബായിക്ക് പോവുകയും എല്ലാം അതിന്ന് പഠിക്കും നമ്മൾ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു 2 മണിക്കൂർ എടുത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിലത്ത് നിർത്തി. ആദ്യം നിലത്ത് നിർത്തേണ്ടി വന്നു. നിലത്ത് നിർത്തിയിട്ടാണ് പറഞ്ഞു വിട്ടത്. ഭയങ്കരമായ ഒരു പ്രശ്നമാണ്. ഭയങ്കരമായ ഒരു പ്രശ്നം. അതായത് എല്ലാവിധ ചികിത്സാ സംവിധാനങ്ങളും ഉള്ള കേരളത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സകല ചികിത്സാ ആശുപത്രികളുമുള്ള കേരളത്തിൽ ആണ് ഈ അവസ്ഥ. വീട്ടിലെ എല്ലാവരും രോഗികളായി കഴിഞ്ഞു. ഒരാളിൽ തന്നെ 10ഉം 15ഉം രോഗങ്ങളായി കഴിഞ്ഞു. നിരാശയുടെ പടുകുഴിയിൽ വീണ് കഴിഞ്ഞു ജനം. വിശ്വാസമില്ല. ആശുപത്രികളെ വിശ്വാസമില്ല. പേടിയാണ്. ആശുപത്രികളെ പേടിയാണ്. എന്നിട്ടും ഒരു നിർവാഹമില്ലാതെ ഓടി അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയേ പറ്റൂ. വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ കഴിയുന്നത്ര നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന മുഴുവൻ വിഷമാണെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കാനാണോ നമ്മൾ? എങ്ങനെയെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയെടുത്തേ പറ്റും. കുടുംബത്തിൻ്റെ ആരോഗ്യം തകർച്ചയിലാണ്. സമൂഹത്തിൻ്റെ ആരോഗ്യം തകർച്ചയിലാണ്. പുതിയ രോഗങ്ങൾ വരുന്നു. ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയ എത്തിക്കഴിഞ്ഞു. ഏത് ആൻറ്റിബയോട്ടിക്കിനെ മറികടക്കാൻ കഴിവുള്ള ബാക്ടീരിയ എത്തിക്കഴിഞ്ഞു. അതായത് എന്ത് ആൻറ്റിബയോട്ടിക് കൊടുത്താലും ശരി, രോഗങ്ങൾ മാറില്ല. ആ വിധത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശരിക്കും നോക്കിയോണം. തെറ്റിക്കരുത്. കാരണം നമ്മൾ അറിയാതെ പോകരുത്. നോക്കി മുന്നോട്ട് പോകണം. അതെ. അൺനാച്ചുറൽ അന്നം, അത് മനസ്സിലായല്ലോ. വിധിച്ച അന്നത്തിലേക്ക് നമ്മൾ പരമാവധി പോണം. എങ്ങനെ ചെയ്യാൻ പറ്റും? അത് വിധിച്ച അന്നത്തിലേക്ക് നമുക്ക് പരമാവധി പോണം. എങ്ങനെ ചെയ്യാൻ പറ്റും? പാകം ചെയ്യാത്ത നിങ്ങൾ ഒരു നേരമെങ്കിലും ആക്കാലോ. അങ്ങനെ ആക്കുമ്പോൾ ഒരു കാരണവശാലും വാഴപ്പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കരുത്.
അതിനകത്ത് പേരക്ക വേണം, ആപ്പിൾ വേണം, ഓറഞ്ച് വേണം, വാഴപ്പഴം കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ ചിരകിയിടണം, നിലക്കടലയും കൂടി കുറച്ച് ചേർക്കണം. അപ്പോൾ ഒരു നേരമായാൽ തന്നെ എത്ര ശതമാനമായി? 33%. 33% ഒരു നേരം നമ്മൾ ആക്കിയാൽ തന്നെ 33% വിധിച്ച അന്നത്തിലേക്ക് നമ്മൾ മാറി. ഏത് എങ്ങനെയായാലും ഓരോരുത്തരുടെ ഇത് സൗകര്യം, ഓരോരുത്തരുടെ സൗകര്യം കേട്ടാ. ചിലർക്ക് രാത്രി പഴങ്ങൾ കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാകും, എരിച്ചിലുണ്ടാകും, അവർ രാവിലെ കഴിച്ചോളൂ, അങ്ങനെ മാറ്റിയെടുത്തോളൂ. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ്. ഓരോ ഇൻഡിവിജ്വൽ ബോഡിയും ഡിഫറൻ്റാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ബോഡീസാണ്. അപ്പം അത് കാരണം അവരവർക്കേ അറിയാൻ പറ്റൂ എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്ന്, അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഇത് മനസ്സിലായല്ലോ. പിന്നത്തത് വിധിച്ചതല്ലാത്ത അന്നമാണ് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത്. അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് വിഷമയമായ അന്നം. ഇപ്പം നാച്ചുറൽ അന്നമാണ്, പഴമാണ്. കുരുടാനിട്ട വാഴയുടെ പഴം കഴിച്ചാൽ എന്തായിരിക്കും? വിഷമല്ലേ അത്? വിഷമാണ്. പച്ചക്കറികൾ, കാരറ്റ് നല്ലതല്ലേ, പച്ചക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അത് കടയിൽ കിട്ടുന്ന കാരറ്റ് പച്ചക്ക് കഴിക്കാൻ പാടുണ്ടോ? കിഡ്നി പോകും. കടയിൽ കിട്ടുന്ന കാരറ്റ് കഴിച്ചാൽ കിഡ്നി പോയിരിക്കും. കാരണം കാരറ്റ് വേവിച്ച് മാത്രമേ കഴിക്കാവൂ, വേവിക്കാതെ കഴിക്കരുത്. കാരറ്റ് നല്ലതാണ് എന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കാരറ്റ് കഴിച്ചോളാൻ പറയും. ബീട്രൂട്ടും അതുപോലെ തന്നെ വേവിച്ചേ കഴിക്കാവൂ. ഓർഗാനിക് കിട്ടിയാൽ വേവിക്കാതെ കഴിക്കാം. ഭക്ഷണം വേവിച്ചാൽ എന്താണ് നഷ്ടപ്പെടുക? അതിൻ്റെ ന്യൂട്രീഷൻസ് നഷ്ടപ്പെടില്ലേ? ആ ന്യൂട്രീഷൻസ് നഷ്ടപ്പെടുന്ന പോലെ തന്നെ കുറേ വിഷങ്ങൾ ഒരു 40 ഡിഗ്രി 50 ഡിഗ്രി എത്തുമ്പോൾ പോകും കുറേ. അതുകൊണ്ട് ഭക്ഷണം വേവിക്കുമ്പോൾ എങ്ങനെ വേവിക്കണം? തുറന്ന് വെച്ച് വേവിക്കണം. പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചത് എന്തായിരുന്നു? അടച്ചു വെച്ച് വേവിക്കണമെന്ന്. ഇപ്പം എന്ത് ചെയ്യണം? കുറേ ഗുണങ്ങൾ പോകും, കൂട്ടത്തിൽ കുറേ വിഷവും പോയി കിട്ടുമെന്നുള്ള ഒരു ആശ്വാസം. മധുരക്കിഴങ്ങിനും ഉണ്ട്. വേവിച്ച് തന്നെ കഴിക്കാവുള്ളൂ, വേവിക്കാതെ കഴിക്കരുത്. വേവിക്കാതെ കഴിക്കാം ഓർഗാനിക് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മളുണ്ടാക്കി കഴിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ തന്നെ കഴിക്കേണ്ടി വരുന്നത്. നമ്മൾ തന്നെ കൃഷി ചെയ്യേണ്ടി വരുന്നതിൻ്റെ ആവശ്യം അവിടെയാണ്. കൃഷി ചെയ്യേണ്ടി വരും, വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. ഇനി കൃഷി ചെയ്യാൻ നേരെയില്ല, കയ്യിൽ കാശുമുണ്ട്, എന്ത് ചെയ്താൽ മതി? കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് അവരുടെ ഉൽപ്പന്നം നമ്മളങ്ങ് വാങ്ങിയാൽ മതി. നമ്മൾ തന്നെ അവരെ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വില തരാം എന്ന് പറഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്തെടുത്ത് അവരെ കൊണ്ട് ഉണ്ടാക്കിച്ച് നമ്മൾ കഴിക്കേണ്ടി വരും. അതാണ് കാര്യം, മനസ്സിലായില്ലേ? പോയിസണസ് അന്നം എന്ന് പറയുന്ന രണ്ടാമത്തെ റീസണാണ്. ഒന്ന് അൺനാച്ചുറൽ അന്നമാണ്. അൺനാച്ചുറൽ അന്നം കഴിച്ചാൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഡീജനറേറ്റീവ് ഡിസീസ്. അൺനാച്ചുറൽ അന്നം നിരന്തരം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രധാന രോഗം എന്ന് പറയുന്നത് ഡീജനറേഷനാണ്, ഡീജനറേറ്റീവ് ഡിസീസാണ്. വിഷമുള്ള ഭക്ഷണം കഴിച്ചാലോ എല്ലാ രോഗം വരും. വിഷമുള്ള ഭക്ഷണം, വിഷമുള്ള വെള്ളം, വിഷമുള്ള വായു എല്ലാമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ രോഗം വരും. രോഗം വരുമോ ഇല്ലയോ എന്ന് ഗവേഷണം നടത്തണോ? വേണ്ടല്ലോ, ഉറപ്പല്ലേ? വിഷമാണ് കഴിക്കണമെങ്കിൽ രോഗം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്, ഗവേഷണമൊന്നും വേണ്ട. അപ്പം അതൊരു കാര്യമാണ്. ഇനി അടുത്തത് പഠിച്ചത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് രോഗം വരും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് രോഗം വരും. അപ്പം ന്യൂട്രീഷൻസിൽ
അയോഡിൻ, ബോറോൺ, സിങ്ക് പോലെയുള്ള ട്രേസ് എലമെന്റ്സ്, കാൽസ്യം, മെഗ്നീഷ്യം, ഇതെല്ലാം കൊടുത്ത് കൃഷി ചെയ്യണം. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? കടൽ വെള്ളം, കടൽ കക്ക, കടൽ മീനിന്റെ വേസ്റ്റ്, കടൽ കക്ക പൊടിച്ചത്, കടൽ പായല്, കടലിലെ ചെളി, ഇതെല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ട്രേസ് എലമെന്റ്സ് എല്ലാം കൊടുക്കാൻ പറ്റും. അപ്പൊ വെറും ജൈവ കൃഷി ആയാൽ പോരാ. വെറുതെ ചാണകവും ചാരവും പച്ചിലയിട്ട് കൃഷി ചെയ്താൽ പോരാ. ഈ ട്രേസ് എലമെന്റുകളെല്ലാം മണ്ണിൽ എത്തുന്ന തരത്തിലുള്ള ജൈവ കൃഷി വേണം. അതിനാണ് പ്രൊഡക്റ്റുകൾ ഇറക്കിയിരിക്കുന്നത്. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറക്കിയിരിക്കുന്നത്. ഇനി അടുത്തതാണ്, മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശരീരത്തിന് രോഗം വരും. എന്താ കാര്യം? ശരീരത്തിന്റെ നിയന്ത്രണം മനസ്സിന്റെ പക്കലാണ്. ആ മനസ്സ് ഡിസോർഡർ ആണെങ്കിലോ ശരീരം ഡിസോർഡർ ആവില്ലേ? അതുകൊണ്ടാണ് മനസ്സ് ശാന്തമാക്കണം എന്ന് പറയാൻ കാരണം. ശാന്തമാകണം. അപ്പൊ രണ്ടും പരസ്പര പൂരകങ്ങളായി നിൽക്കുന്നതെന്നാണ്. ശാരീരികമായി തളർന്നാൽ അത് മനസ്സിനെ തളർത്തും. മാനസികമായി തളർന്നാൽ അത് ശരീരത്തെയും തളർത്തും. പരസ്പരം പൂരകങ്ങളാണ്. അതിന് മരുന്ന് കഴിച്ചാൽ മതിയോ? മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ശാന്തമാക്കാനുള്ള ധ്യാന പദ്ധതികൾ ചെയ്യണം. വേണ്ടേ? അതിനാണ് അത് ആദ്യമേ തന്നിരിക്കണേ. പതുക്കെ 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 ശാന്തമായി വരണം. ശാന്തമായി മനസ്സ് കരുത്തുറ്റതായാൽ ശരീരത്തെ കരുത്തുറ്റതാക്കാൻ സൂക്ഷ്മ ശരീരം ഉൾപ്പെട്ട മനസ്സിന് കഴിയും. അപ്പോഴേ കഴിയുള്ളൂ. ശാന്തമായ മനസ്സിന്, പകയില്ലാത്ത മനസ്സിന്, ഭയമില്ലാത്ത മനസ്സിന്, വെറുപ്പും വിദ്വേഷമില്ലാത്ത മനസ്സിന് ശരീരം സുഖപ്പെടുത്താൻ പറ്റും. അതായത് ഭയമില്ലാത്ത മനസ്സ്, ഭയം ഉണ്ടാവരുത്. ഭയമില്ലാത്ത മനസ്സ്, വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത മനസ്സ്, പിന്നെ മറ്റുള്ളവരോടുള്ള പക ഉള്ളിലില്ലാത്ത മനസ്സിന് ശരീരത്തെ സുഖപ്പെടുത്താൻ പറ്റും. അപ്പം അത് മനസ്സിലാക്കി ശരിക്കും ധ്യാനം എന്നും ചെയ്തോണം. ഇനി ധ്യാനം അപ്ഡേറ്റ് ചെയ്തോണം. യാത്ര പൊയ്ക്കൊള്ളണം. മനസ്സ് തിരുസന്നിധാനത്തിലേക്ക് പൊയ്ക്കൊള്ളണം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് രോഗം ഉണ്ടാക്കുമെന്ന് മനസ്സിലായാൽ മതി. അഞ്ചാമത്തത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അതായത് പാരിസ്ഥിതികമായ തകർച്ചയുണ്ടായാൽ, പരിസ്ഥിതി തകർച്ചയുണ്ടായാൽ നമുക്ക് രോഗം വരുമോ? എന്തുകൊണ്ട്? ചുറ്റുപാട് തകർന്നു, ചുറ്റുപാടുമുള്ള വായു മലിനമാണ്, ആവശ്യത്തിന് ഓക്സിജൻ ഇല്ല. അങ്ങനെയായാൽ നമുക്ക് രോഗം വരുമോ? വരും. അതാണ് അതിന്റെ കാര്യം. ആന്തരിക പ്രകൃതിയും ബാഹ്യപ്രകൃതിയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. രോഗം എന്ന് പറഞ്ഞാൽ എന്താ? ആന്തരിക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ താളം തെറ്റലാണ് രോഗം. ബാഹ്യപ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിയാൽ രോഗം വരില്ലേ? വരും. ഓട്ടോമാറ്റിക്കായിട്ട് രോഗം വരും. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണോ വേണ്ടേ? പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആദ്യം ഒരു 10-38 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചത് എന്നാണെന്നറിയാമോ? ഭ്രാന്തന്മാരാണ്, വികസനം മുടക്കികളാണെന്ന്. അതായത് എന്ത് വികസനം വന്നാലും അതിനെ തടസ്സം നിൽക്കുന്ന ഒരു വിഭാഗം മനുഷ്യരിവിടെ ഉണ്ട്. അതല്ലേ കാര്യം? ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറയണേ, മരം വെട്ടരുത്, കാട് നശിപ്പിക്കരുത്,
കാട്ടിലുള്ള മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയാൻ കാരണം, കാട്ടിലെ മൃഗങ്ങളുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. മരങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓക്സിജന്റെ തോത് കുറയില്ലേ? ഓക്സിജന്റെ തോത് കുറഞ്ഞാൽ നമ്മളെ അത് ബാധിക്കില്ലേ? മരങ്ങൾ സംരക്ഷിക്കപ്പെടണോ വേണ്ടേ? കാരണം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് ബാധകമാണ്. തകർന്നിട്ടുണ്ടെങ്കിൽ നമ്മളെയും തകർക്കും, നമ്മളെയും തകർക്കും. അപ്പൊ ആ മരങ്ങൾ നിർത്തണം. ഫോറസ്റ്റ്, കാടായി ഉള്ളത് കാടായി തന്നെ നിലനിർത്തണം. അത് ഡെൻസാക്കാനുള്ള നടപടികൾ നമ്മൾ എടുക്കണം. നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് ചുറ്റുപാട് 2 സെന്റേ ഉള്ളൂ, 3 സെന്റേ ഉള്ളെങ്കിലും അവിടെ സസ്യനിബിഡമായിരിക്കണം. സസ്യങ്ങൾ കൊണ്ട് നിറക്കാൻ പറ്റുന്നത്രയും നമ്മൾ നിറച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിന് ഇത് കൊടുക്കേണ്ടി വരും, അതിന് വിട്ടുവീഴ്ച പലിശ കൊടുക്കേണ്ടി വരും. ഇനി അടുത്തത് ജനറ്റിക് ഫാക്ടേഴ്സ്. ജനതിക കാരണങ്ങൾ കൊണ്ട് രോഗം വരും. ജനതിക കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അതായത് പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എല്ലാം പാരമ്പര്യ രോഗങ്ങളാണെന്ന് പറഞ്ഞു വിടുകയാണ് ഇപ്പോൾ. എന്തെങ്കിലും രോഗമായിട്ട് ചെന്നാൽ ആദ്യം ചോദിക്കണത് എന്തായിരിക്കും? അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടോ? പേരൻസിന് ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുക. ഇത് ജനതിക കാരണങ്ങൾ കൊണ്ട് വന്നതാണോ എന്ന് അവർ നോക്കാനാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, ജനതിക കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗമില്ല. ജനതിക രോഗങ്ങൾ എന്ന് പറയുന്ന വകുപ്പേ ഇല്ല. ജനതികമായി കിട്ടുന്നത് ഗുണങ്ങളാണ്. ഇപ്പൊ നിങ്ങളുടെ കണ്ണിൻ്റെ നിറം നല്ല പൂച്ച കണ്ണാണെങ്കിൽ, നല്ല ഭംഗിയുള്ള കണ്ണാണെങ്കിൽ അത് മക്കൾക്ക് വരും. മുടിയുടെ നിറം, സൗന്ദര്യം, ഇതെല്ലാം ജനതികമാണ്, മാറ്റാൻ പറ്റില്ലാത്ത സാധനമാണ്. അത് വേണ്ട ഒന്നാണ്. മനസ്സിലായില്ലേ? നമ്മളുടെ സൗന്ദര്യം, അടുത്ത കൊച്ചുങ്ങള് സൗന്ദര്യം കൂടുതലായിരിക്കണം. നമ്മളെ അച്ഛനെയും അമ്മയെക്കാളും സൗന്ദര്യം കൂടിയ കുട്ടികളാണ് ജനിക്കേണ്ടത്. അവരുടെ കണ്ണിൻ്റെ നിറം അത് തന്നെ ആയിരിക്കണം. അതായത് നമ്മളുടെ ഗുണഗണങ്ങൾ ജനതികമാകേണ്ടതാണ്, ബെറ്റർ ആകേണ്ടതാണ്. രോഗം ജനതികമാണെന്ന് പറയുന്നത് തെറ്റാണ്. രോഗത്തിൻ്റെ കാരണം ജനതികമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാൽ നമ്മുടെ ത്വക്കിൻ്റെ നിറം, അതുപോലെയുള്ള നമ്മുടെ ഗുണങ്ങളില്ലേ, ആ ഗുണങ്ങളെല്ലാം വേണ്ടതാണ്, ജനതികമാണ്, ബെറ്റർ ആകേണ്ടതാണ്. എന്നാൽ രോഗം ജനതികമാണ് എന്ന് പറയുന്നത് തെറ്റാണ്, മാറ്റാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ഞാൻ പറയുന്നത് ജനറ്റിക് ഡിസോർഡർ ആണെങ്കിലും മാറ്റാം എന്ന് പറയാൻ കാരണം എന്താണ്? വെറുതെ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ലല്ലോ. വെറുതെ പറയണം അന്നൊന്ന് മാറ്റി കാണിയിരുന്നായിരിക്കും പറയുക. ജനതിക കാരണങ്ങൾ ആണെങ്കിൽ, രോഗമാണെങ്കിൽ അത് മാറ്റാം. ഇപ്പൊ കണ്ണ് കാണാൻ മേലാത്ത അച്ഛനും അമ്മയ്ക്കും കണ്ണ് കാണാൻ മേലാത്ത മക്കളുണ്ടായി. അവരുടെ മക്കൾക്ക് കണ്ണ് കാണാവുന്ന മക്കളെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയണേ. അതിൻ്റെ കാരണം എന്ത്? ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ത്? വിധിച്ച അന്നം തന്നെ കൊടുക്കാം. വിധിച്ച അന്നങ്ങൾ 5 കറക്റ്റ് ചെയ്യാമെങ്കിൽ, ജീൻ എന്ന് പറയുന്നത് ഒരു കല്ല് പോലെ ഇരിക്കുന്ന സ്റ്റേബിൾ വസ്തുവല്ല, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ജീനും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ ശരീരം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരമായതിനാൽ പഞ്ചഭൂതങ്ങൾ 5ഉം കറക്റ്റ് ചെയ്താൽ ജനതിക രോഗങ്ങളും മാറും. ജനതിക രോഗങ്ങൾ മാറുക എന്ന് മാത്രമല്ല, നമ്മളുടെ സൗന്ദര്യം കൂടും. എല്ലാം കൂടിക്കൊണ്ടേയിരിക്കണം. സൗന്ദര്യത്തിൽ നിന്നും സൗന്ദര്യത്തിലേക്ക് ഓരോരുത്തരെയും സൗന്ദര്യധാമങ്ങളാക്കി മാറ്റാനാണ് പ്രകൃതി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്.
പകരം നമ്മൾ റിവേഴ്സായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ പ്രപഞ്ചത്തിലുള്ള ഭൗതിക വസ്തുക്കളെല്ലാം തന്നെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ടാണ് നമുക്കിത് മാറ്റാമെന്ന് പറയുക. അതായത് റോ മെറ്റീരിയൽ 5ഉം കറക്റ്റായാൽ പ്രൊഡക്റ്റ് നല്ലതാവില്ലേ? റോ മെറ്റീരിയൽ ഡിഫക്റ്റീവ് ആണെങ്കിലോ പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആവില്ലേ? നമ്മളൊരു ശരീരം ഒരു പ്രൊഡക്റ്റാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണത് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് 5ഉം വിധിച്ചതായാൽ നമ്മൾ കറക്റ്റാകും, ജീന് കറക്റ്റായിക്കൊള്ളും. അപ്പം അതുകൊണ്ട് അതാണ് ഇവിടുത്തെ സാധ്യത. ഇക്കോളജിയുടെ സമീപനത്തിനുള്ള സാധ്യത അതാണ്. നിരാശപ്പെടേണ്ട കാര്യമില്ല. രോഗം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഏതു രോഗവും. അതായത് അപ്പൊ ഇക്കോളജി വഴിയിൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുമ്പോൾ സാധ്യത ചെറുതാണോ വലുതാണോ? വളരെ വലിയ സാധ്യതയാണ്. അപ്പൊ നമുക്കൊരു ഒരു ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ചികിത്സാ കേന്ദ്രം തന്നെ പണിയണമെന്നിരിക്കട്ടെ. എവിടെ പണിയും? ഇപ്പൊ എവിടെയാണ് പണിയണേ? ടൗണിനുള്ളിലാണ് പണിയണേ. ടൗണിനുള്ളിൽ ഒരു വലിയ ആശുപത്രി പണിത് വെച്ച് ആളുകളെല്ലാം വീട് വെക്കണ എവിടെ എന്ത് നോക്കിയിട്ടാ? ആശുപത്രി അടിയുടെ അടുത്താണോ? വീട് ആശുപത്രിയുടെ അടുത്താണോ എന്ന് നോക്കണം. എന്തിനാണ്? ഹാർട്ട് അറ്റാക്ക് വരുമ്പോ വേഗം കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിക്കാനാണ് നോക്കണേ. അപ്പൊ ടൗണിലെ അന്തരീക്ഷത്തിന്റെ ഗുണം നോക്കിയിട്ടാണോ വീട് വെക്കണേ? എന്തിനാ എല്ലാവരും വന്ന് എറണാകുളത്ത് താമസിക്കണേ? എറണാകുളത്ത് ടൗണിൽ കടയിൽ പോകാൻ എളുപ്പമാണ്, സാധനം മേടിക്കാൻ എളുപ്പമാണ്, ആശുപത്രി പോകാൻ എളുപ്പമാണ്, എയർപോർട്ടിനടുത്താണോ, എവിടെന്നെങ്കിലും രക്ഷപ്പെടാൻ റോഡുണ്ടോ, ഇതൊക്കെയാണ് നോക്കുക. ശരിക്കും എന്താ നോക്കണ്ടേ? ശരിക്കും വീട് വെക്കുമ്പോൾ എന്താ നോക്കണ്ടേ? നമ്മൾ എവിടെ വിധിച്ച അന്നങ്ങൾ എത്രമാത്രം കറക്റ്റായി അവിടെ ലഭ്യമാണ് എന്ന് നോക്കിയിട്ട് വേണം വീട് വെക്കാനുള്ള ഇടം തിരഞ്ഞെടുക്കാൻ. അല്ലാതെ ആശുപത്രി പോകാനായിട്ട് വീട് വെക്കരുത്, സ്കൂളിൽ പോകാനായിട്ട് വീട് വെക്കരുത്. ഇപ്പൊ സ്കൂളിന്റെ സൗകര്യം ഇതൊക്കെയാണ് നോക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ആശുപത്രി പണിയുന്നു എന്ന് വിചാരിക്കുക. അവിടെ ഈ വിധിച്ച പഞ്ചഭൂതങ്ങൾ 5ഉം കൊടുക്കുന്ന ഒരു ആശുപത്രിയാണെന്നിരിക്കട്ടെ. 5ഉം കൊടുക്കാൻ സൗകര്യമുള്ള ഒരു ആശുപത്രി. അപ്പൊ അത് എവിടെ പണിയണം? കേരളത്തിൽ എവിടെ പണിതാൽ? വയനാടാകാം, മൂന്നാറാകാം, തേക്കടിയാകാം. കോടമഞ്ഞ് എവിടെയാണോ ഉണ്ടാവുന്നത് ആ ഇടങ്ങൾ തിരഞ്ഞെടുക്കാം. കോടമഞ്ഞില്ലേ? കോടമഞ്ഞുണ്ടാകുന്ന ഇടം, അന്തരീക്ഷത്തിൻ്റെ ആർദ്രത, അന്തരീക്ഷം നല്ല തണുപ്പുള്ളതായിരിക്കുക. എപ്പോഴും അന്തരീക്ഷം എപ്പോഴും തണുപ്പുള്ളതായാൽ ആ ചുറ്റുപാട് എങ്ങനെയായിരിക്കും? നല്ല പച്ചപ്പായിരിക്കും, നല്ല പച്ചപ്പായിട്ടിരിക്കും. അങ്ങനെ വളരെ സൈലൻ്റ് ആയിരിക്കും. മറ്റുള്ള ആർട്ടിഫിഷ്യൽ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഇടമാണ് നമുക്ക് ആശുപത്രി പണിയേണ്ടത്. അങ്ങനെ ഒരു ആശുപത്രിക്ക് നമ്മൾ ശില ഇട്ടിട്ടുണ്ട്. ആ ആശുപത്രിയുടെ പേരെന്താണ്? ഹാപ്പിനെസ് ടൂറിസം. ഹാപ്പിനെസ് ടൂറിസം സെന്റർ. തുടങ്ങി. ഡിസംബർ 21 കാന്തല്ലൂരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹാപ്പിനെസ് ടൂറിസം സെന്റർ. അവിടെ പതുക്കെ പതുക്കെ ഓരോ സാധനവും കൊടുത്തു തുടങ്ങും. അതിൽ ഇപ്പം നമ്മൾ വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വെൽക്കം ഡ്രിങ്ക്, അതായത് അതിഥി വരുമ്പോൾ അവിടെ താമസിക്കാൻ വരുന്നവർക്ക് ആദ്യം ഒരു ഡ്രിങ്ക് കൊടുക്കും. ആ ഡ്രിങ്ക് എന്ന് പറയുന്നത് കരിമ്പിൻ്റെ ജ്യൂസിനകത്ത് അവോക്കാഡോയും അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സും അവിടെ ഉണ്ടാകുന്ന റോസപ്പൂവിൻ്റെ ഇതളും കൂടി അടിച്ചു ചേർത്തിട്ട് കൊടുക്കുന്ന ഒരു ഡ്രിങ്കാണ്. മനസ്സിലായില്ലേ? അത് ചേർത്തിട്ടായിരിക്കും കൊടുക്കുക.
പതുക്കെ പതുക്കെ നമ്മളവിടെ കൊടുക്കാൻ പോകുന്ന മെനു എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡ്. ബ്രെയിൻ ഫുഡിന് ഏതൊക്കെ പഴങ്ങൾ വേണം? അവക്കാഡോ വേണം, ഞാവല് വേണം. ഞാവല് കാരണം അതിനകത്ത് അയോഡിൻ ഉണ്ട്. അയോഡിൻ ബ്രെയിനിൻ്റെ ഒരു ഫുഡാണ്. പിന്നെ വേറെ എന്താ വേണം? പൈനാപ്പിൾ വേണം. എന്തുകൊണ്ട്? ബ്രോമിൻ ഉണ്ട്. അപ്പൊ 2 ബ്രെയിൻ ഫുഡ് അവിടെ കൊടുക്കണം. അതിന്റെ pH കറക്റ്റ് ചെയ്യണം. അവക്കാഡോ വേണം. അപ്പോൾ ഒരു മെനു കാർഡ് നമ്മൾ ഉണ്ടാക്കും. അവിടെ ടൂറിസം സെന്ററിൽ, ആ ടൂറിസം സെന്റർ ആശുപത്രിയും കൂടിയാണ്. അവിടെ ചെന്ന് താമസിച്ചാൽ ഏത് രോഗവും മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സമീപനമാണ് നമ്മൾ നോക്കുന്നത്. അതൊരു ആശുപത്രി പോലുമല്ല, എന്നാൽ അതൊരു ആശുപത്രിയാണ്. എങ്കിലേ അത് കറക്റ്റാക്കി എടുക്കാൻ പറ്റൂ. കാരണം ജനറ്റിക് ഡിസോർഡർ പോലും മാറ്റിയെടുക്കാൻ പറ്റും. അവിടെ ഒരു ധ്യാനം കൊടുക്കണ്ടേ? ആ ധ്യാനം എങ്ങനത്തെ ആയിരിക്കണം? സന്നിധാന ധ്യാനം കൊടുക്കണം. അവിടെ എക്സർസൈസ് കൊടുക്കണ്ടേ? ഏത് എക്സർസൈസാണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സർസൈസ് കൊടുക്കണം. അവിടെ ധ്യാനം കൊടുക്കണം. ധ്യാനത്തിനൊരു ഒരു മുറി വേണ്ടേ? ഒരിടം വേണ്ടേ? ഇരിക്കാൻ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കാൻ ഒരു സ്ഥലം വേണം. സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ ഒരിടം വേണം. എങ്ങനെ ആയിരിക്കണം? പുല്ലുമേഞ്ഞ ഒരു സാധനം, പുല്ലുമേഞ്ഞ ഒരു പെര, മണ്ണ് കൊണ്ടുള്ള ഒരു പെര ഉണ്ടാക്കി വെച്ചു. നമ്മളുടെ ഈ ടവറിൻ്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രതലമായ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുമോ? ചെയ്യും. അതായത് നമ്മുടെ ടി വിയുടെ വേവ്സ്, മൊബൈലിൻ്റെ വേവ്സ്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിനകത്തേക്ക് തുളഞ്ഞു കയറാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എന്താ പറയുന്നത്? എല്ലായിടത്തും മണ്ണിനടി ഗുഹയുണ്ടാക്കണം. മണ്ണിനടിയിൽ റൂംസ് ഉണ്ടാക്കണം. മണ്ണിനടിയിലുണ്ടാകുന്ന റൂംസ്, അതിനകത്തിരുന്നേ ഇനി ധ്യാനിക്കാൻ പറ്റുള്ളൂ. ധ്യാനത്തിന് ശരിയായ രീതിയിലുള്ള ഒരു ധ്യാനം കിട്ടണമെന്നുണ്ടെങ്കിൽ മണ്ണിനടിയിൽ മുറിക്കാതിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ എന്തുകൂടി വേണ്ടി വരും? ഒരു ധ്യാന കേന്ദ്രവും കൂടി വേണ്ടി വരും. മണ്ണിനടിയിലുള്ള ഒരു ധ്യാന കേന്ദ്രം. അതുകൊണ്ടാണ് പണ്ടുള്ള സന്യാസിമാർ ഗുഹയിൽ പോയി ധ്യാനിച്ചത്. യാതൊരുവിധ ഞാനിത് കേടുകൂടാതിരിക്കാൻ, അതായത് പച്ചക്കറികളും പഴങ്ങളും കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എഡിബിൾ കോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടിയെ അപ്പോയിൻറ്റ് ചെയ്ത് ഗവേഷണം നടത്തി. PhDക്ക് 2,40,000 രൂപ എൻ്റെ കൊളായി. 2,40,000 രൂപ എൻ്റെ നല്ല പൈസ. ഞാൻ കാശുള്ളവനെ പിടിച്ച് ഏൽപ്പിച്ചതാണ്. അപ്പം അവരുടെ മുമ്പിൽ എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. കാരണം ഈ എഡിബിൾ കോട്ടിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അവസാനം അവർ പറഞ്ഞ് കെമിക്കൽ കൊണ്ടൊരു സാധനം ഉണ്ടാക്കി തരട്ടെ. കെമിക്കൽ ആൾറെഡി ഉണ്ട്. അതായത് പറിച്ചു കൂട്ടിയിരിക്കുന്നിടത്ത് ഒരു സാധനം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ച അത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതാണ് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികൾ കേടാവാതിരിക്കും. അതിന് പകരം ജൈവ രീതിയിൽ ഒരു മെത്തേഡ് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അത് ഫെയിലുവറായിപ്പോയി. ഈയിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വീഡിയോ. അവിടെ നൂറ്റാണ്ടുകളായിട്ട് 6 മാസം വരെ മുന്തിരി കേടുകൂടാതിരിക്കുന്ന ഒരു പിക്ചർ ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ഒരു ഡൂം പോലെ ഉണ്ടാക്കിയ 2 ഡൂം, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഡൂം. അവിടുത്തെ പറമ്പിലെ മണ്ണെടുത്ത് ചവിട്ടി കുഴച്ച്, നമ്മൾ കലം ഉണ്ടാക്കാൻ എടുക്കില്ലേ,
അതുപോലെ മണ്ണെടുത്ത് ചവിട്ടി കുഴച്ചിട്ട് അതിനകത്ത് കുറച്ച് കച്ചിലും കൂടി ഇട്ടിട്ട് ഒരു ഡൂം പോലെ വെച്ച് ഉണക്കിയെടുത്തു. അങ്ങനെ രണ്ടെണ്ണം വന്നാൽ ഒരു പാത്രമായില്ലേ. ആ പാത്രത്തിനകത്ത് ഒരു മുന്തിരി എടുത്ത് അതിനകത്ത് വെച്ച് എന്നിട്ട് അതിനെ മണ്ണ് കൊണ്ട് പൊതിഞ്ഞിട്ട് അവിടെ മാറ്റി വെക്കും അട്ടിക്കണക്കിന്. 6 മാസം കഴിഞ്ഞാലും അത് പൊട്ടിച്ചെടുത്ത് കാണിക്കുന്ന ഒരു സീനുണ്ട്. മുന്തിരി അതുപോലെ ഇരിക്കും, കേടാവാതെ ഇരിക്കും. മണ്ണിനടിയിൽ ഓക്സിജൻ കിട്ടുമെന്ന് അറിയാൻ പറ്റിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതായത് ജീവനോടെ സംരക്ഷിക്കാൻ മണ്ണിന് പറ്റും. അതുകൊണ്ടാണ് പണ്ടത്തെ ആയുർവേദത്തിലെ കായകൽപ്പ ചികിത്സ മണ്ണടിയിൽ ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് അടച്ചു കളയും. അതിനകത്ത് ഇരുത്തിയിട്ടാണ് ചികിത്സ കൊടുത്തിട്ടിരുന്നത്. അതായത് ചെറുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ സംവിധാനം. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു സാധനം വേണം. അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം? ആ ഷേപ്പ് അതിപ്രധാനമാണ് ഒരു ഷേപ്പ്. റൗണ്ട് ആണോ വേണ്ടേ? ഏതെങ്കിലും ഒരു ജീവിയുടെ തോടിന്റെ ഷേപ്പ് എടുത്താൽ നല്ലതായിരിക്കും. ആമയുടെ തോടിന്റെ ഷേപ്പ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഒരു സിവിൽ എഞ്ചിനീയറെ കിട്ടി, ചെയ്യാന്ന് പറഞ്ഞു. അത് മൺവീടാണ്, മണ്ണിനടി കത്തിക്കുന്നത്. അത് കോഴിക്കോട് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ മണ്ണ് തുരന്നിട്ട് അതിനകത്ത് പച്ചക്കറി എല്ലാം വെച്ച് അടച്ചു വെച്ചേക്കും. ഇരിക്കുന്നുണ്ട് സാധനം, കേടുകൂടാതെ നാളുകൾ ഇരിക്കും. ഈ പൊടിഞ്ഞു വീഴുന്ന പിന്നെ ചുള്ളിക്കമ്പുകളും ഇതും അങ്ങനെ അവർ കൃഷി ചെയ്യുന്നു. അവർക്ക് വേണ്ട കൃഷി ചെയ്യുന്നു. ഫ്രിഡ്ജില്ല, കറണ്ടില്ല. അതില് ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് എംപ്ലോയി പോലും ആയിരുന്നു തോന്നുന്നു. അങ്ങനെ ഒരു കണ്ണൂർ ജില്ലയിൽ ഞാനൊരു കുറച്ച് വർഷം മുമ്പ് ഒരു വീഡിയോ കണ്ടത്. ഒരുപാട് ഭ്രാന്തന്മാർ ഈ ഭൂമിയിലുണ്ട്. അതെ, ഒരു പരിധി ഇരിക്കണം ഷേപ്പ്. അതായത് ആമയുടെ ഷേപ്പ് അതിപ്രധാനമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നാൾ ജീവിക്കുന്ന ജീവി ഏതാണ്? ആമ അത്ര നാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പില്ലേ, അതിൻ്റെ ഡൂം, അത് നിങ്ങൾക്ക് ശബ്ദശാസ്ത്രം പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. അതിൻ്റെ ഡൂം, ആ ഡൂമിനകത്ത് നിങ്ങൾ എന്ത് ശബ്ദമുണ്ടാക്കിയാലും അത് പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയായാൽ ജീവന്റെ ശക്തി, ഇലക്ട്രിക്കൽ പവർ കൂടിക്കൊണ്ടിരിക്കും, ഇലക്ട്രിസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതായത് ഒരു ശബ്ദം 7 പ്രാവശ്യം പ്രതിധ്വനിച്ചാൽ, അതായത് നമ്മൾ ചിലയിടത്ത് നിന്ന് കൂവിയാൽ തിരിച്ചു കൂവൽ കേൾക്കില്ലേ? പല സ്ഥലങ്ങളിലുണ്ട് ഇങ്ങനെ. അവിടെ കൂവാനുള്ള ഏരിയ, കൂവിയാൽ തിരിച്ചു കൂവൽ കേൾക്കും. ഒരു 7 പ്രാവശ്യം ഭിത്തിയിൽ തട്ടി തിരിച്ചു വന്ന് ഒരു ശബ്ദമുണ്ടാക്കിയാൽ 7 പ്രാവശ്യം പ്രതിധ്വനിക്കുമ്പോൾ ആ ശബ്ദം ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പം ഇതിനകത്ത്, ആമയുടെ തോടിനകത്ത് അതെന്തെങ്കിലും നടക്കണുണ്ടാകുമ്പോൾ, ഇപ്പം നമ്മൾ വീട് വെക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസൈൻ ആക്കിയാൽ ധ്യാനിക്കാനുള്ള ഒരു ഇടം അതിനകത്തായി, വീട് അങ്ങനെയായി. അപ്പം അങ്ങനെ നമുക്ക് നോക്കാം. ഇനി ഇതിനകത്ത് വെട്ടം വേണ്ടേ? വെട്ടം എങ്ങനെ കൊണ്ടുവരും? മുറിക്കകത്ത് പകല് വെട്ടം വേണ്ടേ? എങ്ങനെ കൊണ്ടുവരും? അതിൽ ഞാനൊരു യൂട്യൂബിലൊരു സാധനം എനിക്ക് കിട്ടി. അതായത് സൂര്യപ്രകാശത്തിൻ്റെ ഈ ഡൂമിന് മേളിലൊരു ട്യൂബ് പോലെ വന്നിട്ട് സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ അതൊരു മിററാണ്. റിഫ്ലക്റ്റ് ചെയ്ത് പെരക്കകത്ത് കൊണ്ടിടുക. സൂര്യപ്രകാശത്തിനെ റിഫ്ലക്റ്റ് ചെയ്ത് കണ്ണാടിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് അടിയിൽ കൊണ്ടുവരും. അതിന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ മൂല അടയും, റിഫ്ലക്റ്റ് ചെയ്യില്ല. വളരെ വണ്ടർഫുള്ളായിട്ട് പിള്ളേർ ചെയ്യുന്നു. സൂര്യപ്രകാശം മുറിക്കകത്ത് കൊണ്ടുവരും. കണ്ണാടി മിറർ കോണോട് കോണ് ചേർത്ത് വെച്ചിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുവരും. പകല്
ഇതിൻ്റെ അടിയിൽ ഒരു സോളാർ പാനൽ വെച്ചേക്കും, രാത്രിയത്തെ ലൈറ്റ് ഇവരുടെ അകത്ത് വെച്ചിരിക്കും, എടുക്കുന്നു. എന്തെല്ലാമാണ് നമ്മുടെ പിള്ളേർ ചെയ്ത് കൂട്ടണമെന്നറിയാമോ? അവർക്കൊരു വേറൊരു ഗൈഡ് ലൈൻസ് കൂടി കൊടുക്കാമെങ്കിൽ അവരത് റെഡിയാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കുള്ളൂ. ഇപ്പം നമുക്ക് ജനതിക രോഗങ്ങൾ പോലും ഇന്ന് സാധ്യമല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന, അത് രോഗം മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ജനതിക രോഗങ്ങൾ പോലും മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചാൽ മാത്രം മതി. കാരണം ഡീപ്പായിട്ട് ഇക്കോളജി മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അവൈലബിൾ ആകണം. അടുത്തത് നാച്ചുറൽ റീസൺസ് ഉണ്ട്. നാച്ചുറൽ റീസൺസ് ബിയോണ്ട് അവർ കൺട്രോളാണ്. ബിയോണ്ട് അവർ കൺട്രോളാണ്, നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്താണത്. അങ്ങനത്തെ ചില റീസൺസ് ഉണ്ട്. അതെന്തായിരിക്കാം? സൂര്യകളങ്കം എന്ന് കേട്ടിട്ടുണ്ടോ? സൂര്യകളങ്കം, സൂര്യനിലുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, ചെറുപ്പത്തിനനുസരിച്ച്, അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പകർച്ചവ്യാധികൾ പോലെയുള്ളത് ഉണ്ടാകും, വെള്ളപ്പൊക്കം പോലെയുള്ളതുണ്ടാകും, പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും, പകർച്ചവ്യാധികൾ ഉണ്ടാവും. സൂര്യൻ്റെ ചംക്രമണം അനുസരിച്ചാണ് അത് മാറ്റം ഉണ്ടാകുക. 45 വർഷം സൂര്യൻ്റെ എന്ത് കാലമാണ്? യൗവനകാലവും അടുത്ത 45 വർഷം സൂര്യൻ്റെ വാർദ്ധക്യകാലവുമാണ്. ഇപ്പം 90 ആയില്ലേ? 90 കഴിഞ്ഞാൽ പിന്നീടുള്ള 45 വർഷം സൂര്യൻ്റെ യൗവനകാലമാണ്. അത് കഴിഞ്ഞാൽ 45 വർഷം വാർദ്ധക്യകാലമാണ്. ഇങ്ങനെ വൃത്തിക്ഷയങ്ങളില്ലേ ചന്ദ്രന്? ചന്ദ്രന് വൃത്തിക്ഷയങ്ങൾ ഉള്ളതുപോലെ തന്നെ സൂര്യനിലും 45 വർഷം കൂടുമ്പോൾ ഒരു 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 പ്രായാകലും യൗവനമാകലും നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഇവിടുത്തെ സന്തുലിതാവസ്ഥ കറക്റ്റ് ചെയ്യാൻ വേണ്ട നടപടികൾ ഉണ്ടാകും. ഇപ്പം 90ാമത്തെ വർഷം ഒരു ആഗോള കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കും. ഓരോ 90 വർഷം കൂടുമ്പോഴും ഒരു കാലാവസ്ഥാ വ്യതിയാനം ഇവിടെ സംഭവിച്ചിരിക്കും. ചിലപ്പോൾ വെള്ളപ്പൊക്കമായിരിക്കും, ചിലപ്പോൾ വരൾച്ചയായിരിക്കും, ചിലപ്പോൾ വ്യാപകമായ വൈറൽ അറ്റാക്ക് ആയിരിക്കും. ഇത് നമ്മളുടെ നിയന്ത്രണത്തിലുള്ള സാധനമല്ല. ആരുടെ നിയന്ത്രണത്തിലാണിത്? സൂര്യൻ്റെ നിയന്ത്രണത്തിലുള്ള സാധനമാണ്. അതൊരു നാച്ചുറൽ റീസൺ ആണ്. അത് സന്തുലിതമാക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാത്തിനെയും ഒന്ന് കൂടിയതിനെയൊക്കെ, എണ്ണം കൂടിയതിനെയൊക്കെ കുറയ്ക്കണം, എണ്ണം കുറഞ്ഞതിനെയൊക്കെ കൂട്ടണം. ഇത് സന്തുലിതമാക്കി കൊണ്ടുപോകും ഓരോ 90 വർഷം കൂടുമ്പോഴും. അത് സൂര്യനെ കൊണ്ട് ചെയ്യിക്കണോ? ബോധപൂർവം നമ്മൾ കഴിച്ചാലോ? മനുഷ്യജീവി അത് ഏൽക്കണ്ടേ? കാരണം ഈ ഭൂമിയിലുള്ള ഒരു ചെറിയ ചെറിയ കറുകപ്പുല്ലിനെ തഴയാൻ ആർക്കാവില്ല? സൂര്യനാവില്ല. അതായത് ഈ ഭൂമിയിലുള്ള ഒരു ചെറു പുൽക്കൊടിയെ കണ്ടില്ല എന്ന് നടിക്കാൻ സൂര്യനാവില്ല. കറുകപ്പുല്ല് ചെറുതാണെങ്കിലും അത് ചെറുതല്ല. സൂര്യൻ വലുതാണെങ്കിലും അത് വലുതുമല്ല. അപ്പം ഇതിനെ കണ്ടില്ലെന്ന് നടിച്ച് സൂര്യന് പോകാനാവില്ല എന്ന് പറഞ്ഞാൽ ഓരോ ചെറു പുല്ലിനും സൂര്യനിൽ സ്വാധീനമുണ്ട്. സൂര്യന് നമ്മളിൽ സ്വാധീനമുണ്ടെങ്കിൽ നമ്മൾക്ക് സൂര്യനിൽ സ്വാധീനമുണ്ടാവില്ലേ? ഉണ്ടാവുമോ ഇല്ലേ? നമ്മളിൽ സൂര്യന് സ്വാധീനമുണ്ടെങ്കിൽ നമ്മൾ സൂര്യനെയും സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും സൂര്യ നിയമം അറിഞ്ഞാണ് ജീവിക്കുന്നതെങ്കിൽ സൂര്യൻ്റെ ആ നാച്ചുറൽ റീസൺസ് പോലും നിയന്ത്രിക്കാൻ പറ്റില്ലേ? പറ്റേണ്ടതല്ലേ നമുക്ക്? നമ്മളങ്ങനെ നിയന്ത്രിച്ചാലല്ലേ ബാക്കിയുള്ള ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും അത് ഗുണകരമായി തീരൂ.
ഈ ജീവിയുടെ ഉത്തരവാദിത്വം അതാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ഉത്തരവാദിത്വം അതാണ്. നമ്മുടെ കാര്യം മാത്രമല്ല, നമുക്ക് കീഴെയുള്ള സകല ജീവജാലങ്ങളെയും അത് നിലനിർത്താൻ വേണ്ടത് സൂര്യനെ പോലും സ്വാധീനിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് ഏറ്റെടുക്കുമോ? ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കാൻ നമ്മൾ ഇതെന്നതാണെന്ന് പോലും നോക്കണില്ല. ചുറ്റുപാടും നടക്കണത് എന്താണെന്ന് പോലും നോക്കണില്ല. നമ്മൾ ഓട്ടത്തിലാണ്. എങ്ങോട്ടാണ് ഈ ഓട്ടം? ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ഓട്ടത്തിലാണ്. ആ സമയത്താണ് നമ്മളെ ചെറിയ രോഗങ്ങളുണ്ട്. ഇനി അത് മാറ്റാനുള്ള പ്രയാസമാണ്. അത് നമ്മളെ വലിയ ഇഷ്യൂ ആണ്. അതൊക്കെ അല്ലേ, വലിയ ഇഷ്യൂ ആണ്. അപ്പം ഇത്രയും കാരണങ്ങളാണ് നമ്മൾ നേരിടേണ്ടതാണ്.